പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ 2ാം വർഷ വിദ്യാർത്ഥിയായിരുന്ന ജെ.എസ്. സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സസ്പെൻഷൻ നടപടി നേരിട്ട ഉദ്യോഗസ്ഥരെ തിരിച്ചെടുക്കാനുള്ള നടപടി മരവിപ്പിച്ചു. സർവകലാശാല മുൻ ഡീൻ എം.കെ. നാരായണൻ, മുൻ അസിസ്റ്റന്റ് വാർഡൻ കാന്തനാഥൻ എന്നിവരെ തിരിച്ചെടുക്കാനുള്ള നടപടിയാണ് ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മരവിപ്പിച്ചത്. പൂക്കോട് വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർക്ക് ഗവർണർ നോട്ടീസ് നൽകി. സിദ്ധാർത്ഥന്റെ മരണത്തിൽ വീഴ്ച സംഭവിച്ചുവെന്ന് വ്യക്തമായതോടെയായിരുന്നു ഡീൻ എം.കെ. നാരായണനെയും മുൻ അസിസ്റ്റന്റ് വാർഡൻ കാന്തനാഥൻ സസ്പെൻഡ് ചെയ്തത്. ഇരുവരുടെയും സസ്പെൻഷൻ കാലാവധി 6 മാസം പൂർത്തിയായിരുന്നു. ഇതിനിടെ ഇരുവരെയും സർവീസിൽ തിരിച്ചെടുക്കാൻ സർവകലാശാല മാനേജ്മെന്റ് കഴിഞ്ഞ ദിവസം തീരുമാനമെടുത്തിരുന്നു. ഇരുവരെയും സ്ഥലം മാറ്റി തിരുവാഴംകുന്ന് കോളേജ് ഓഫ് ഏവിയേഷൻ സയൻസസ് ആൻഡ് മാനേജ്മെന്റിൽ നിയമനം നൽകാനായിരുന്നു തീരുമാനം. ഇതിനെതിരെ സിദ്ധാർത്ഥന്റെ കുടുംബം ഗവർണർക്ക് പരാതി നൽകി. ഇത് പരിഗണിച്ചാണ് ഇരുവരെയും തിരിച്ചെടുക്കാനുള്ള നടപടി ഗവർണർ മരവിപ്പിച്ചത്. അതേസമയം സിദ്ധാർത്ഥന്റെ മരണത്തിൽ നിയമപോരാട്ടം തുടരുമെന്ന് കുടുംബം പറഞ്ഞു. ഗവർണർ ആദ്യം മുതൽ പിന്തുണയ്ക്കുന്നുണ്ട്. ഗവർണറുടെ തീരുമാനത്തിൽ സന്തോഷമുണ്ടെന്നും കുറ്റക്കാർക്ക് ശിക്ഷ ലഭിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നും സിദ്ധാർത്ഥന്റെ കുടുംബം വ്യക്തമാക്കി. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 18-നാണ് കോളേജ് ഹോസ്റ്റലിലെ ശുചിമുറിയിൽ സിദ്ധാർത്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സഹപാഠിയായ പെൺകുട്ടിയോട് മോശമായി പെരുമാറിയെന്നാരോപിച്ച SFI പ്രവർത്തകർ അടക്കമുള്ളവർ സിദ്ധാർത്ഥനെ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമാക്കിയെന്നാണ് ആരോപണം. ഇതിൽ മനം നൊന്ത സിദ്ധാർത്ഥൻ ജീവനൊടുക്കുകയായിരുന്നുവെന്നും പരാതി ഉയർന്നു. തുടക്കത്തിൽ ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് CBI ഏറ്റെടുത്തു. ക്യാമ്പസിലുണ്ടായിരുന്നിട്ടും ഡീൻ ആൾക്കൂട്ട വിചാരണ അറിഞ്ഞില്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു M.K. നാരായണനെ സസ്പെൻഡ് ചെയ്തത്. ഹോസ്റ്റൽ ചുമതല നിർവഹിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്ന് കാണിച്ചാണ് കാന്തനാഥനെതിരെ നടപടി സ്വീകരിച്ചത്.